ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നത് ലാഭത്തിനു വേണ്ടി മാത്രമാണെന്നും ആ പണം ഉപയോഗിച്ചാണ് റഷ്യ യുക്രൈൻകാരെ കൊല്ലുന്നതെന്നും ട്രംപിന്റെ മുഖ്യ വ്യാപാര ഉപദേഷ്ടാവ് പീറ്റർ നവാരോ എക്സിൽ നവാരോ തൊടുത്ത ഈ പ്രസ്താവനയ്ക്ക് താഴെ വാദം പൊളിച്ചടുക്കിക്കൊണ്ടുള്ള പുതിയ ഫീച്ചർ പ്രത്യക്ഷപ്പെട്ടതോടെ അദ്ദേഹം വെട്ടിലായിരിക്കുകയാണ്. ഉടൻ അദ്ദേഹത്തിന്റെ വിമർശനം എക്സിന്റെ ഉടമ ഇലോൺ മസ്കിന് നേരെയായി. US പ്രസിഡന്റ് ട്രംപിനെ പോലെ രണ്ടു വള്ളത്തിൽ കാൽ ചവിട്ടി മുന്നോട്ടു പോകാനുള്ള കഴിവുകൾ അദ്ദേഹത്തിന്റെ ഉപദേഷ്ടാവിനും കിട്ടിയിട്ടുണ്ടെന്നാണ് ഈ സാഹചര്യത്തെക്കുറിച്ച് ചിലർ അഭിപ്രായപ്പെടുന്നത്. ഇന്ത്യക്ക് അനുകൂലമായ പ്രചാരണം പ്രോത്സാഹിപ്പിക്കുന്നതാണ് എക്സിന്റെ ഈ മാലിന്യ ഫീച്ചറെന്നും റഷ്യ യുക്രൈൻ യുദ്ധത്തിന് മുൻപ് ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങിയിരുന്നില്ലെന്നും നവാരോ വീണ്ടും ട്വീറ്റ് ചെയ്തു. ഇന്ത്യ ഈടാക്കുന്ന ഉയർന്ന തീരുവ US-ൽ തൊഴിലവസരങ്ങളെ ബാധിക്കുകയാണെന്നും റഷ്യൻ എണ്ണ ലാഭത്തിനു വേണ്ടി വാങ്ങുന്ന ഇന്ത്യ റഷ്യയുടെ യുദ്ധ മെഷീനിന് ഇന്ധനം പകരുകയാണെന്നുമായിരുന്നു നവാരോയുടെ ആദ്യ ട്വീറ്റ്. ഇന്ത്യയ്ക്ക് മേലുള്ള ട്രംപിന്റെ കടുത്ത തീരുവയെ വിശകലനം ചെയ്ത് വാഷിംഗ്ടൺ പോസ്റ്റ് പ്രസിദ്ധീകരിച്ച ലേഖനത്തെ ഇടതനുകൂല അമേരിക്കൻ വ്യാജ വാർത്ത എന്ന് വിശേഷിപ്പിച്ചായിരുന്നു ഈ ട്വീറ്റ്.